ഇപ്പം എൻ്റെ കുട്ടിയുടെ കട്ടകാലം എന്ന് പറഞ്ഞാൽ മതി. നാട്ടുകാർ മുഴുവൻ കളിയാക്കിയിട്ടും രണ്ടാം ഘട്ടമാണെങ്കിലും ഇതിലെങ്കിലും രക്ഷപ്പെടുന്ന കരുതി. ഇപ്പം പണിക്ക് പോകണ്ടെങ്കിൽ ഇരുന്ന് തിന്നിട്ട് എന്താ കാര്യം? ഞാൻ പഠിക്കുന്നുണ്ടല്ലോ. അത് നിന്റെ കാര്യമല്ല. ഇപ്പം സീതള അവളെ കെട്ടിയിട്ട് എത്ര മാസമായി? അവൻ എന്തൊക്കെ പറഞ്ഞിരുന്നു? റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, കച്ചവടം ഉണ്ട് എന്നൊക്കെ അല്ലേ പറഞ്ഞു. ഇതുവരെ ഒരു പണിക്കും പോണും കാണില്ല, 10 പൈസ തരുന്നുമില്ല. ഇവനും പ്യാരിയെ പോലെ ഇവളുടെ സമ്പാദ്യം നക്കിയിട്ട് തിന്ന് ജീവിക്കാനുള്ള പരിപാടിയാണ്. ഹലോ, ഒരു കാര്യം ചെയ്യാം. ഞാനിപ്പോൾ മൾട്ടി ഇന്റർനാഷണൽ കമ്പനി ഉണ്ടല്ലോ കുരിപ്പിൻ്റെ, ഈ കുരിപ്പിൻ്റെ അതിൻ്റെ മൂപ്പറയും കൂട്ടാം. അപ്പോൾ ഇത് മൾട്ടി ആയിട്ട് പോവും. ഓരോരാളെ ചെയിനായി നമുക്ക് ഓരോരാളെ കൂട്ടി ഇത് വലിയ കമ്പനി ആവും. അപ്പോൾ മൂപ്പറ കൂട്ടാളി ഇതിനെ കൂട്ടാ, പ്രശ്നമില്ല, പൈസ ആവും. ആർക്ക് പൈസ? നിന്റെ പോലെ ഉഴപ്പി നടക്കാനാ? നീ ഇപ്പൊ ഈ കമ്പനിയാണ്, അതിൽ 5 ആളെ ചേർത്ത കമ്മീഷൻ കിട്ടും, വിറ്റ പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് 10 പൈസ നീയും കുടുംബത്ത് കൊടുന്നിരുന്നല്ലോ. നീ അവിടെ കൊടുന്നല്ലേ നക്കി തിന്നോണ്ടിരിക്കുന്നത്? അതെ, ഈ ഇത് ആദ്യം കൂടണമെങ്കിൽ ഒരു 20,000 രൂപ വേണം. അത് അച്ഛൻ തരണം. പിന്നെ ഞാൻ എടുത്തുണ്ടാക്കണ്ടേ? എനിക്കിപ്പോ ചെലവിന് എന്തെങ്കിലും വേണമെങ്കിൽ അവള് തരണം. അല്ലെ, ഞാൻ ഒരു കാര്യം പറയാം. ഇത് കൂടിക്കഴിഞ്ഞാൽ അറിയാം പല ഐറ്റംസ് ഉണ്ട്. അതിപ്പോ എന്റെ ഉണ്ണിയെ വേറെ എന്തൊക്കെ പണിയുണ്ട്, അതെന്തേലും ചെയ്തൂടെ? പണിയെടുക്കാണ്. അതെ, എനിക്കിപ്പോ തോന്നണെന്തറിയോ, ഇവനേക്കാൾ നല്ലത് പ്യാരിയായിരുന്നു എന്നാ. സത്യം. ഇനി ഇവന് അവളെ ഉപേക്ഷിച്ചെങ്ങാനും പോയ എന്റെ കുട്ടിയുടെ ജീവിതം വഴിയാധാരവും. 2 ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ 3ാമതിനെ കിട്ടല് പറഞ്ഞ വലിയ പണിയാണ്. കിട്ടേയില്ല, ഒന്നെ കിട്ടുന്നില്ല. നമ്മളെന്നെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. ആ കണ്ട, ഒറ്റ 2 വരുന്നുണ്ട്. ഈ നോട്ടീസൊക്കെ അടിച്ചത് എപ്പോഴാണ് ഇനി പിരിവ് തുടങ്ങണേന്ന് ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോ എന്തിനുള്ള പരിപാടിയാണ്? ആദ്യം ഇവരായിട്ടുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കണം. എന്താക്കരുന്ന് ഒഴിവാക്കാൻ പറ്റും? ഇത് പറഞ്ഞ് ചീത്തോട്ട് പോയി. അങ്ങനെ വിട്ടാൽ പറ്റില്ല. അവൾ ഇങ്ങോട്ട് വരട്ടെ, ചാരു വരട്ടെ. എൻ്റെ സ്റ്റാൻഡിന് ചേരുന്നതല്ല ഇതൊന്നും. നമുക്കൊരു അടിയനുണ്ട് പറഞ്ഞ് പെട്ടുപോയി. ഞാൻ പറഞ്ഞു ഇതിനെ മാറ്റി അതിൽ ആരെയും വേറെ നോക്കാം. ഞാൻ മൾട്ടി ഇന്റർനാഷണൽ കുരിപ്പിലുണ്ട് 4 അടിപൊളി ചക്കാൻ. ഞാൻ പറഞ്ഞു വരും. പറഞ്ഞിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. കുറെ എണ്ണം വലിഞ്ഞു കയറിയിട്ട് വരും. തെരുവ് നായ്ക്കളെ ഗേറ്റ് തുറന്നിട്ട് അങ്ങടെ അകത്തേക്ക് കയറി വരും. ഇതിന് ചെരുപ്പൊക്കെ എടുത്തു പോകും. അത് പറഞ്ഞ ആ എന്റെ മരുവന്റെ കൂട്ടുകാർക്ക് എന്താ ക്ലബിന്റെ വാർഷികം ഉടനെ ഉണ്ടല്ലോ, അടുത്ത മാസം. അതെ, അപ്പൊ അതിന് നോട്ടീസ് അടിക്കണം, പിരിക്കണം, ഒരുപാട് പരിപാടികൾ, മത്സരങ്ങൾ സംഘടിപ്പിക്കണം. പിന്നെ ഞങ്ങളെ ക്ലബിന്റെ ഭാരവാഹികളുടെ നാടൻ പാട്ടുണ്ട്. പാട്ട് പാടുന്ന ഞാനാണ്, റിഹേഴ്സല്. അല്ല അതൊക്കെ ആയിക്കോട്ടെ. അത് നിങ്ങൾ ഇവിടെ ക്ലബ്ബ് നിങ്ങൾക്ക് എന്ത് വേണാവാലോ. അല്ല, ശീതളനും ഉണ്ട് നാടൻ പാട്ടിന്. ഇത് ആര്? ശീതളനാണ്. ചേട്ടാ, അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്റെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല ഇല്ല. നിനക്ക് എത്ര കുട്ടികളുണ്ട്? കല്യാണം കഴിഞ്ഞിട്ടില്ല, നോക്കുന്നുള്ളൂ. 2 ആളുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. അതുപോലെയാണോ നിങ്ങളുടെ ശീതളൻ? ആണോ? ഒന്നോ പല പ്രശ്നങ്ങളുണ്ടായിട്ട് കെട്ടി ഒഴിവായിട്ട് ഇപ്പൊ 2ാമതൊന്ന് കെട്ടിയിരിക്കണതാണ്. ഇനി അവനങ്ങനെ വലിച്ചു കൊണ്ടായിട്ട് ഈ കുടുംബം കൂടി തകർക്കാനുള്ള പരിപാടിയാണോ? ആണോ? അല്ല, ശീതളനും കൂടെയാണ് നമ്മുടെ പരിപാടികളിലെല്ലാം. ഇനി അവനൊക്കെ ഒഴിവാക്ക്. അവൻ ഒരു കുടുംബസ്ഥനാണ്. ഇപ്പോ നിങ്ങൾ തോന്നിയാസം കളിച്ച് നടക്കുന്ന പോലെ ഇനി അവനെ കൂട്ടിയിട്ട് പോലെ എന്ന് പറഞ്ഞാൽ നാടൻ പാട്ട് കൊട്ടില്ലാതെ എങ്ങനെ പാടും? അതല്ലേ പാടുന്നില്ല. അവൻ കൊട്ടണോ? ശീതളം കൊട്ടിയാലേ പാടാൻ പറ്റൂ. അതെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിങ്ങളെപ്പോലെ അവനെ കാണരുത്. അവൻ കുടുംബമായിട്ട് ജീവിച്ചോട്ടെ. എന്റെ മോളുടെ ഭാവി കളയരുത്. അതാ പറഞ്ഞത്.